സ്വതന്ത്ര സ്വദേശിയായ ജിനിൽ മെറിൻ ഷാജി എന്ന കുട്ടിയുടെ ജന്മനാ വളഞ്ഞിരുന്ന കാലുകൾ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിലൂടെ സുഖപ്പെട്ടതാണ് വിശദീകരണ നടപടിക്രമങ്ങളിൽ തെളിയിക്കപ്പെട്ടത്. പാലാ ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാനലാണ് നാമകരണ നടപടികൾക്ക് തുടക്കമിട്ടത്. ഈ പാനലിലെ 5 ഡോക്ടർമാർ ഉൾപ്പെടെ 40 പേരിൽ നിന്ന് അത്ഭുത പ്രവൃത്തികൾ സംബന്ധിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ നടപടികൾ 2002 ഒക്ടോബറിൽ റോമിലേക്ക് അയച്ചു. ആദ്യം 2 ഡോക്ടർമാരും പിന്നീട് 5 ഡോക്ടർമാരും പരിശോധിച്ച് നൽകിയ റിപ്പോർട്ട് വത്തിക്കാൻ മെഡിക്കൽ കൌൺസിൽ അംഗീകരിച്ചു. തുടർന്നാണ് കഴിഞ്ഞ വർഷം ജൂൺ 1 അൽഫോൻസാമ്മയുടെ അത്ഭുത പ്രവൃത്തി വത്തിക്കാൻ അംഗീകരിച്ചത്. 1910 ഓഗസ്റ്റ് 19 കോട്ടയം കുടമാളൂർ മുട്ടത്തുപാടത്ത് ജോസഫ് മറിയം ദമ്പതികളുടെ മകളായാണ് അൽഫോൻസാമ്മ ജനിച്ചത്. ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റിലാണ് അന്തേവാസിയായി ചേർന്നത്. 1948 ജൂലൈ 28 മരണം. 1984 മുതൽ ധന്യ എന്ന് വിളിക്കപ്പെട്ടു തുടങ്ങി. 1986 ഫെബ്രുവരി 8 പോപ്പ് ജോൺ പോൾ II അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഇനി ഭാരതവംശജയായ ആദ്യ വിശുദ്ധ എന്ന പദവിയിലേക്ക്. മനോരമ ന്യൂസ്, കോട്ടയം. വിശുദ്ധ കൊച്ചുത്രസ്യയുടെ ജീവിത വഴികൾ പിന്തുടർന്ന വിശുദ്ധയാകാൻ ആഗ്രഹിച്ച സഹന ജീവിതമായിരുന്നു അൽഫോൻസാമ്മയുടേത്. കർത്താവിന്റെ മണവാട്ടിയാകാൻ ചെറുപ്പത്തിലെ ആഗ്രഹിച്ച അവർ 36 വർഷത്തെ പ്രാർത്ഥനാപൂർണമായ ജീവിതമാണ് നയിച്ചത്. സഹന വഴിയിലേക്ക് ഒരു ദിവ്യപ്രകാശം പോലെ അൽഫോൻസാമ്മ കടന്നുവന്നത് 1910 കർത്താവിന്റെ മണവാട്ടിയായ ശേഷം അവർ ജീവിതം ചെലവഴിച്ച ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സമൂഹം ഭരണങ്ങാനത്ത് ആരംഭിച്ചതും അതേ വർഷം തന്നെ. 13-ാം വയസ്സിൽ തുടങ്ങിയ വിവാഹാലോചനകൾ ഒഴിവാക്കാൻ കുടമാളൂർ മുട്ടത്തുപാടത്ത് ജോസഫിന്റെ മകൾ അന്നക്കുട്ടി സ്വീകരിച്ചത് പ്രാർത്ഥനയുടെ മാർഗമായിരുന്നു. എരിയുന്ന ഉമിയുടെ സമീപത്തുനിന്ന് പ്രാർത്ഥിച്ച അന്നക്കുട്ടി മുട്ടൊപ്പം ഉമിയിൽ താഴ്ന്നു. വേദനയറിയാതെ നിന്നു പ്രാർത്ഥന തുടർന്ന അന്നക്കുട്ടിയുടെ വിശ്വാസദാർഢ്യമറിഞ്ഞ മാതാപിതാക്കൾ അവളെ മഠത്തിലേക്ക് അയക്കുകയായിരുന്നു. പൊള്ളലേറ്റ ചാരക്കൂട് ഇന്നും വീട്ടിൽ വിശുദ്ധിയോടെ പരിപാലിച്ചു പോരുന്നുണ്ട്. തന്റെ ജീവിതം കർത്താവിനർപ്പിച്ചതാണെന്ന് ചെറുപ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ അൽഫോൻസാമ്മ 36-ാം വയസ്സിലാണ് അന്തരിച്ചത്. ഇന്ന് ഭരണങ്ങാനത്തെ അൽഫോൻസാമ്മയുടെ കബറിടവും മുട്ടുചിറയിലെ ഭവനവും വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.